വലിയൊരു സങ്കടം ന്യൂസായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, അമ്മയും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടൊരു സാധനം കിട്ടിയില്ല. സോ വി ആർ ആക്ച്വലി വെരി സാഡ് അബൌട്ട് ഇറ്റ്. അത് ആണെന്നറിയില്ല. അവിടെ നിന്ന് ആക്ച്വലി ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഐ ആക്ച്വലി വെരി സാഡ്. ജെന്യുവനായിട്ട് ഞാൻ പറയാം, ഭയങ്കര സാഡാണ്. ഇങ്ങനെ കേരളത്തിലെ കയർ കിട്ടാനിട്ട് എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ബോംബെ കയർ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ കയർ മേടിക്കാൻ നമ്മൾ പശുവിന് കിട്ടുന്ന കയർ മേടിക്കണം. അപ്പോൾ ജനുവലി സാർ തലേക്ക് ഇവിടെ ഇങ്ങനെ വേദനിക്കുന്നു കയർ കിട്ടാത്തതുകൊണ്ട്. എന്തോ കയറോ കിട്ടിയില്ല, ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അല്ല അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല അമ്മ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും കേട്ട് തമാശ അല്ല കേട്ടോ. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ദിസ് ഇസ് നോട്ട് ഫണി. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. എനിവേ ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ദാറ്റ് വി ഗോണ ടോക്ക് അബൌട്ട് ഹൗ വി ഫീൽ അബൌട്ട് സർട്ടൻ സ്റ്റഫ്, certain ugly stuff. Words from Manju Pillai's mouth. അപ്പോൾ നമുക്ക് മഞ്ജു പിള്ള തന്നെ ചോദിക്കാം എന്താണെന്ന്. ഞാൻ അങ്ങോട്ട് വരണോ? ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മഞ്ജു പിള്ളൈ, ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഓക്കെ ഗൈസ്, നമുക്ക് ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അമ്മയുടെ ഫാൻസിനും എൻ്റെ ഫാൻസിനും പറയാൻ പറ്റില്ല, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ടേഴ്സ് പീപ്പിൾ. അതാണ് ഞാൻ പറഞ്ഞത്, സപ്പോർട്ടേഴ്സ്. അമ്മ, ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്? എന്ത് ഫീല്? ഞാൻ അത് ആലോചിച്ചിട്ടും കൂടില്ല, നല്ല ഫീൽ ഉണ്ടാവുള്ളൂ. ചോദ്യം നല്ല ഉത്തരം. ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് യൂസ്ലെസ് സ്റ്റഫ് which is happening. യൂസ്ലെസ് സ്റ്റഫ്, ബട്ട് ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും ഇവിടെ. ഒരു വേദന, നോട്ട് എന്താ പറയുക, പേടി അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല അത് മാത്രം ചെയ്യാൻ പറ്റുന്നല്ല, അല്ല എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ അത് മാത്രമല്ല, എന്നെ എത്രയോ പേര് എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നു അമ്മ. അത് നല്ലല്ലേ മോനെ? മനസ്സിലായി. അതൊക്കെ നല്ലതല്ലേ? അതല്ല, എന്നെ എത്രയോ പേര് എന്നെ മകളായിട്ട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഒരു സ്പെസിഫിക് ആളുണ്ട്, ആള് കുറെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ആള് പറഞ്ഞതാണ് ഞാൻ മകളെ പോലെ ആണെന്ന്. ഒരു മകളെ പോലെ കാണുന്ന ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് ഞാനും കുറച്ച് പറയും. ഇത് എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഇതാണ് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് പേഴ്സണലി. എനിക്ക് ചിലവർ ഒരാളുണ്ടായിരുന്നു, പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നു. പക്ഷേ ദാറ്റ് ഒരു ആണായിരുന്നു. ഹി വാസ് സപ്പോർട്ടിങ് മീ. ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ കുട്ടിയുടെ ഇഷ്ടം, കുട്ടിയുടെ ഡ്രസ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷേ അതിന്റെ താഴെ കമന്റ് വന്നിരുന്നു വേറെ ഏതൊരു വേറെ ഏതൊരു നല്ലൊരു മനുഷ്യൻ. ഇത് എനിക്ക് അവർ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് പെയ്ഡ് PR ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾ തന്നെ പറഞ്ഞു സംശയമില്ലാതെ ഇല്ലാന്ന്. അപ്പോൾ ഞാൻ ഇത് രണ്ട് കൊളംകാര ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. മേ ബി അവളുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് ഇത് ഒന്നല്ല, ഞാൻ പല ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം തിങ്, പെയ്ഡ് PR. ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിൽക്കണോ? അല്ല, എൻ്റെ ചോദ്യം അതാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ മണ്ട ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ നിൽക്കണമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ആൾക്കാർ പല സ്ഥലത്തിരുന്നും പല ഇതാവും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഫാമിലിപ്പെട്ട ഒരാളാണ് ഇട്ടതെങ്കിൽ ഓക്കെ, നമുക്ക് അതിന് ക്വസ്റ്റ്യൻ ചെയ്യാം. നിനക്ക് അങ്ങനെ അറിയാമെന്ന്. നമ്മൾ അറിഞ്ഞൂടാത്ത രണ്ട് വ്യക്തികൾ ഇരുന്ന് എവിടെ വരും? നമ്മുടെ പേഴ്സണലി അറിയാത്ത രണ്ടുപേരാണ് അല്ലേ? പേഴ്സണലി അറിയാത്ത രണ്ടുപേരിരുന്ന് എനിക്കൊരു കമന്റ് വന്നിരിക്കുന്നത് ഇപ്പൊ കുറച്ച് ഓവറാണെന്ന്. ആണ് യൂട്യൂബിൽ ഓവറാക്കി കാണിക്കട്ടെ മക്കളെ. ഞാൻ ഓവറാവട്ടെ. അടുത്ത ഭായി അമ്മയായിരുന്നു. എൻ്റെ മോളെ പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ഞാൻ പൂട്ടിക്കും. ആ വീഡിയോ ഇപ്പൊ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് പഴയ കുറച്ച് വീഡിയോസും അല്ലെങ്കിൽ അതും എടുത്തിട്ട് മഞ്ജു പിള്ള പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. പക്ഷെ അതൊരു 1 or 2 years ബാക്ക് എടുത്ത വീഡിയോ, പല ഇന്റർവ്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ള കട്ടുകൾ കൊടുത്തിട്ടാണ് അതുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴല്ലാതെ ഒരു വാക്ക് പോലും ആരോടും ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അത് എടുത്തു തന്നെ പറയണം. ഒരാൾക്കും ഞാൻ ഒരു പേഴ്സണലി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ആരോടും ഞാൻ എന്താ പറയണ്ടേ, ഇത് നമ്മുടെ ഇതിലുള്ള ഈ ഒരു കാര്യങ്ങൾ പുറത്ത് പറയുവാണെങ്കിൽ ഞാൻ ഒഫീഷ്യലി പറയുള്ളൂ. അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടേ പറയുള്ളൂ. ഇത് എൻ്റെ മോളുടെ ചാനലിൽ സംസാരിക്കുന്നു തന്നെ, അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് എടുത്ത് പറയണം. അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഒന്നും പറയാനില്ല. എന്നൊരു കമന്റിനെ കുറിച്ച് കണ്ടത് അമ്മ, ഇതൊക്കെ നടന്നിട്ടും ഹൗ ആർ വി സോ കൂൾ, വൈ ആർ വി നോട്ട് ആക്ടിങ് ഓൺ ഇറ്റ്, ആൻഡ് വൈ ആർ വി സോ കൂൾ ആൻഡ് ചിൽ? അത് എൻ്റെ അമ്മ വളർത്തിയതും ഞാൻ വളർത്തിയതും രണ്ട് സിംഗക്കുട്ടികളായിപ്പോയി.